എന്താടി അവന് പനിയാ? പനിയൊന്നും അല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ്ടേ? നീ ഒന്ന് വിളിച്ചുണർത്തണ്ടേ അവനെ? നേരെ എത്രയായില്ലേ? ഇപ്പൊ അവള് വിളിക്കാത്ത അവളാണ് കുറ്റക്കാരി. നീ ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് വിളിയടി, ഹലോ എണീക്കൂ, ഹലോ എണീക്കൂ. മൈക്കൊന്നും എടുത്ത് വിളിക്കണ്ട. പണ്ട് ഞാൻ ചെന്നിട്ട് വിളിച്ചാൽ മതി, അപ്പഴേ പോണേ. അപ്പൊ ഒരു കാര്യം ചെയ്യില്ലേ, നീ ആദ്യം കയറിയിട്ട് അവനെ ഡാ എഴുടാ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അവന് ചെറുപ്പം മുതൽ നമ്മൾ കാണണല്ലേ. അവനൊരു 8 മണി 9 മണി കഴിയാണ്ട് എന്നെങ്കിലും നീച്ച് കണ്ടിട്ടുണ്ടാ. ആ കുട്ടീനെ കുറ്റം പറയാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. അളിയണ്ടേ പിറന്നാളായിട്ട് ചെലവൊന്നുമില്ലേ? സമ്പാദിച്ച് കുറെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആർക്കും കൊടുക്കാതെ. അതെടുത്തിട്ട് അങ്ങോട്ട് ചെലവാക്കിയാൽ മതി. നമ്മള് പാവ, നമ്മളെ വിട്ടാരാ. ഞാൻ ചെലവാക്കുകയൊക്കെ ചെയ്യും. നീ അവിടെ നിൽക്ക്, നമുക്കൊന്ന് ആഘോഷിക്കണം. ഞാനില്ലപ്പോ, ഞാനില്ലേ. അതെന്താ നീ ഇല്ലേ? എന്റെ അമ്മാവ ഞാനില്ലാന്നൊക്കെ പറയും, നല്ലോണം ഒന്ന് നിർബന്ധിച്ചാ മതി. അതിനെ ക്ലീറ്റസ് വേറെ ജനിക്കണം കേട്ടോ. കുറച്ചേരത്തേക്ക് വേറെ ജനിക്കണതായിട്ട് സങ്കല്പിക്കും. എന്റെ പട്ടി പരിപാടി. നീ അവിടെ നിൽക്ക്, ഞാൻ ആദ്യം പിറന്നാളേക്കണെന്ന് വിളിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എഴുന്നേറ്റില്ലെങ്കിൽ എന്നെ വിളിക്കേ, ഈ കുടം ഞാൻ അവന് ചെലവാക്കും. പിറന്നാള് കുട്ടി പോലും എന്തിനെടുപ്പാനാണ് ഇവന്റെയൊക്കെ പിറന്നാൾ ആഘോഷിക്കണേ? നല്ല കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ പിറന്നാളൊക്കെ ആഘോഷിക്കും. നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും ശീലം ഉണ്ടാവില്ലേ? എടീ, ഒന്നിൽ അവനെ കൊണ്ട് കുടുംബത്തിന് ഗുണം വേണം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഗുണം വേണം. ഇത് ആൾക്കാരുടെ പ്രാക്കും കേട്ട് ഇങ്ങനെ ഒരു പോലീസുകാരൻ. എന്നാണ് ഈ പ്രാക്കൊക്കെ കേൾക്കാതായതെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തോ എല്ലാം ഉടനെ അവള് എനിക്കിട്ട്. നിങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ടൊന്നുമല്ലല്ലോ പിറന്നാൾ ആഘോഷിക്കണം. പിന്നെ നിങ്ങൾക്ക് ഞാനില്ല, ഞാൻ ഈ ആഘോഷത്തിന് ഇല്ല. വേണ്ട, എനിക്ക് അവന്റെ ഒരു ഇതും വേണ്ട. അവന്റെ സ്വന്തം പെങ്ങളാണെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഒരു മനുഷ്യനെ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും അങ്ങോട്ട് പറയരുത്.